ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? തിരുവനന്തപുരം കോർപ്പറേഷനിൽ അടി പിടി അക്രമം ഇതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടത്. പിന്നെ മാധ്യമങ്ങൾക്ക് കണ്ടന്റ് ആണല്ലോ വലുത്. അതുകൊണ്ട് തന്നെ മേയറുടെ മുണ്ട് വലിച്ചൂരാൻ ശ്രമിക്കുന്നതും ഡെപ്യൂട്ടി മേയറെ കയറി പിടിക്കുന്നതും ഒക്കെ അവര് സൂം ചെയ്തെടുക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. ഇപ്പോ മേയർ ആശുപത്രിയിലാണ്, കാലിന് പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അതിനിടെ ശിവൻകുട്ടിയും കടകംപള്ളിയും രംഗത്തിറങ്ങിയിട്ട് ഒരു കാര്യം ആലോചിക്കണം. അവർ MLA മാരായി പൊട്ടിപ്പോയി. അപ്പൊ ഈ പൊട്ടിപ്പോയ ആൾക്കാർക്ക് കോർപ്പറേഷനിൽ എന്താണ് കാര്യം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. അരിയാഹാരം കഴിക്കുന്ന ജനങ്ങൾ ചിന്തിക്കും. ഇപ്പൊ നാളെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു പ്രശ്നം വരുമ്പോൾ മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ കോർപ്പറേഷനിൽ വന്നിട്ട് കൗൺസിലർമാരെ വച്ചിട്ട് ഒരു നേതൃത്വം ഉണ്ടാക്കി മുമ്പിൽ നിന്ന് നയിച്ചാൽ നമ്മൾ എന്ത് പറയും? പുള്ളി മുൻ മുഖ്യമന്ത്രിയായിരുന്നല്ലോ, അപ്പൊ പുള്ളിക്ക് എന്താണ് ഇതിനകത്ത് താല്പര്യം എന്നൊരു ചോദ്യം നമുക്ക് സ്വാഭാവികമായിട്ട് ഉയർന്നു വരുമല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു ചോദ്യം ഇവിടെയും ഉയർന്നു വന്നിട്ടുണ്ട്. എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPക്ക് 50 പേരുണ്ട്, ഒരു സ്വതന്ത്രനുണ്ട്. അങ്ങനെ 51 ആക്കി നിർത്തി BJP ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സുഗതനെ കാപ്പ കേസിൽപ്പെടുത്തി അകത്താക്കിയത്. സുഗതനെ കാപ്പ കേസിൽപ്പെടുത്തി അകത്താക്കുന്നതിന് മുമ്പ് തന്നെ ഇത് വ്യക്തമായിട്ടുള്ള പ്ലാനിങ് ആണ് കേട്ടോ. കാപ്പ കേസിൽപ്പെടുത്തി സുഗതനെ അകത്താക്കുന്ന മുമ്പ് തന്നെ ഈ സത്യപ്രതിജ്ഞ ചൂണ്ടിക്കാട്ടി കോടതിയിൽ ഇവർ ഹർജി കൊണ്ടുകൊടുത്തു. ഹർജി കൊണ്ടുകൊടുത്തിട്ട് ഈ സത്യപ്രതിജ്ഞ അസാധുവാക്കുമല്ലോ. അസാധുവാക്കുന്ന സമയത്ത് അവർ ഒന്നുകൂടെ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വരും. ആ ഒന്നുകൂടെ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വരുന്ന സമയത്ത് സുഗതൻ ഇല്ലെങ്കിൽ ഭരണം താഴെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവര് കൃത്യമായിട്ട് മനസ്സിലാക്കി ആദ്യം ഇത് കൊണ്ടുകൊടുത്തു. അത് കൊണ്ടുകൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ വിധി വരാൻ സമയമായ ആ സമയം നോക്കി സുഗതനെ പിടിച്ചകത്തിട്ടു. സുഗതനെ പിടിച്ചകത്തിട്ട് കഴിഞ്ഞ ശേഷം വിധി വന്നു. ഈ സത്യപ്രതിജ്ഞ വീണ്ടും നടത്തി. സുഗതനില്ല. ഇപ്പൊ മാധ്യമങ്ങൾ പറയുന്നത് തിരിച്ചടിയാണ്, സുഗതൻ ഇല്ലാത്തത് കൊണ്ട് കോർപ്പറേഷൻ ഭരണം താഴെ പോകും. അത് കഴിഞ്ഞപ്പോൾ ഇന്നലെ ഒരു ആശ്വാസം കിട്ടി. കാരണം 2 കൗൺസിൽ യോഗത്തിൽ സുഗതൻ പങ്കെടുത്തിട്ടുണ്ട്. ഇവർ പറയുന്നു 1 പങ്കെടുത്തിട്ടുള്ളൂ, 3 പങ്കെടുത്തില്ലെങ്കിൽ അയോഗ്യനാക്കാനുള്ള മുനിസിപ്പൽ ആക്ട് ഉണ്ട് എന്നവർ പറയുന്നു. അപ്പൊ അതും നടന്നിട്ടില്ല. അതിനിടയിൽ മേയർ VV രാജേഷ് ഭയങ്കര കോൺഫിഡൻസിലാണ്, ഭരണം ഒന്നും താഴെ പോകാനായിട്ട് പോകുന്നില്ല, ഇനി നിങ്ങൾക്ക് ഭരണം കിട്ടാനും പോകുന്നില്ല എന്ന് പറയുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ചേട്ടാ, ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഈ CPM-ന്റെ ഒരു അക്ഷയ ഖനിയായിരുന്നു എന്നുള്ളതാണ്. അത് മേയർ VV രാജേഷ് തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവർക്ക് അതിനകത്ത് കിട്ടുന്ന പണം അതിന് കയ്യും കണക്കും ഇല്ല എന്നുള്ളതാണ്. ഈ പാളയം മാർക്കറ്റിനകത്തൊക്കെ ഇവര് ഹഫ്ത പിരിക്കുമായിരുന്നു. നമ്മൾ ഈ TMC ഒക്കെ ഈ വെസ്റ്റ് ബംഗാളിൽ ചെയ്യുന്ന അതേ സെയിം കാര്യം തന്നെയാണ്. അതിന് മുമ്പ് അവിടെ CPM ചെയ്തിരുന്നു. TMC വന്നപ്പോൾ TMC ആണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ആര്യ രാജേന്ദ്രന്റെ കാലത്തെ അഴിമതികൾ എടുത്തു നോക്കിയാൽ തന്നെയും SST ഫണ്ടിന്റെ ദുരുപയോഗം, കെട്ടിട നികുതി വരുമാനത്തിലെ ക്രമക്കേട്, വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണി നടത്തിയതിലുള്ള ഇൻഷുറൻസ് ചെലവുകളുടെ ക്രമക്കേട്, പിന്നെ ഓഡിറ്റ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ പ്രകാരം മുൻ ഭരണകാലത്ത് നടന്ന ചില പദ്ധതികളിൽ ഓഡിറ്റ് റിപ്പോർട്ടുകളിൽ ക്രമക്കേടുണ്ട്, മാലിന്യ സംസ്കരണത്തിനായി വാങ്ങിയ റിക്ഷകളിൽ ക്രമക്കേടുകളുണ്ട്, വാഹന വാടക, സ്മാർട്ട് സിറ്റി പദ്ധതികളിലെ ചെലവുകളിൽ ക്രമക്കേടുണ്ട്, ലാപ്ടോപ്പ് പദ്ധതിയിൽ ക്രമക്കേടുണ്ട്, നായ വന്ധ്യകരണ പദ്ധതി ഇത് പറ്റി തുടങ്ങിയതാ, നായയെ പിടിച്ച് വന്ധ്യകരിക്കുക എന്നുള്ളത്. നായ കൂടുകയല്ലാതെ കുറയുകയല്ല ചെയ്തു കേട്ടോ. ഈ വന്ധ്യകരിക്കാനുള്ള പദ്ധതിയുടെ പൈസ എവിടെ പോയെന്നറിയില്ല. അപ്പൊ നോക്കുമ്പോൾ തൊട്ടതിനും പിടിച്ചതിനും എല്ലാ അഴിമതിയും ക്രമക്കേട് മാത്രമാണ്. അപ്പൊ VV രാജേഷ് ഇതൊക്കെ നിരന്തരം പറയുന്നുണ്ട്. നിരന്തരം പറയുക മാത്രമല്ല, അദ്ദേഹം ഇതിനെതിരെ നടപടിയെടുക്കുമെന്നും പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ചിന്തിക്കാമല്ലോ, നടപടി എടുത്തു കഴിഞ്ഞാൽ ഈ ആര്യ രാജേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഒരു ബൊമ്മ മാത്രമായിരുന്നു. ആര്യ രാജേന്ദ്രനെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് കടകംപള്ളിയും ശിവൻകുട്ടിയൊക്കെയാണ്. അപ്പൊ ഇവരാണ് യഥാർത്ഥത്തിൽ കോർപ്പറേഷൻ എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് ഈ പാളയം മാർക്കറ്റിന്റെ കേസെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഈ ഹഫ്ത പിരിച്ചുകൊണ്ടിരുന്നത് ഈ പാളയം സന്തോഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉപയോഗിച്ചാണ് വരും. പാളയം സന്തോഷിനെ ഉപയോഗിച്ച് ഹഫ്ത പിരിച്ചു. പാളയം മാർക്കറ്റ് സമ്പൂർണ്ണമായി VV രാജേഷ് ക്ലീൻ ചെയ്തപ്പോൾ ഈ CPM-ന് അത് വലിയ പ്രതിസന്ധിയായി മാറി എന്നുള്ളതാണ്. കോർപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ CPM കൈയിട്ട് വാരിക്കൊണ്ടിരുന്നത് ഈ പാളയം മാർക്കറ്റിനകത്താണ്. ജനങ്ങളുമായിട്ട് നേരിട്ട് ഇടപെടാനുള്ള അവസരം മേയർ ഉണ്ടാക്കിയതോടുകൂടി, കാരണം മേയർ പറയുന്നുണ്ട് ആർക്കും വരാം, ഞാൻ തുറന്നിട്ടിരിക്കുകയാണ്, എന്ത് സംശയവും പറയാം, എന്ത് കാര്യം. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ പാളയം മാർക്കറ്റിലെ ഒരു മത്സ്യം വിൽക്കുന്ന ഒരു സ്ത്രീ വന്ന് എന്നോട് പറഞ്ഞു, എന്റെ കയ്യിൽ നിന്ന് 500 രൂപയാണ് അവന്മാർ മേടിച്ചുകൊണ്ടിരിക്കുന്നത് ഹഫ്തയായിട്ട്, 25 രൂപയാണ് കോർപ്പറേഷൻ വെച്ചിരിക്കുന്ന ഫീസ്, അത് കൊടുക്കാത്തത് കൊണ്ട് ഒരു ദിവസം എന്റെ 2000 രൂപയുടെ നെമ്മീൻ അവന്മാർ എടുത്തുകൊണ്ട് പോയി എന്നാണ് ഈ സ്ത്രീ VV രാജേഷിനോട് പറഞ്ഞത്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഹിയറിംഗ് കമ്മിറ്റി നിലവിൽ വെച്ചിട്ടുണ്ട്. കാരണം ഈ അഴിമതിയും കാര്യങ്ങളും എല്ലാം തന്നെ എന്താണ് എന്നുള്ള ഈ വിഷയം പരിശോധിക്കാനാണ് ഈ ഹിയറിംഗ് കമ്മിറ്റി നിലവിൽ വെച്ചിരിക്കുന്നത്. തിരുവനന്തപുരം സ്മാർട്ട് സിറ്റിയുടെ വർക്കിൽ വന്നിട്ടുള്ള മുഴുവൻ വർക്കുകളും ഫോറൻസിക് ഓഡിറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് കഴിയുമ്പോൾ CPM ജില്ലാ കമ്മിറ്റിയിൽ എത്ര പേര് മെച്ചം ഉണ്ടാകും എന്നാണ് നമുക്കിനി കാത്തിരുന്ന് കാണേണ്ടത്. അപ്പൊ ഇത്രയൊക്കെ പണി ഒരു ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ഈ
കോർപ്പറേഷനിൽ നടത്തണമെങ്കിൽ ചില്ലറപ്പുള്ളി അല്ല വി രാജേഷ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അപ്പൊ സ്വാഭാവികമായിട്ടും CPM-ന് ഈ ഭരണത്തിനെ താഴെ ഇറക്കിയേ മതിയാകൂ, ഇല്ലെങ്കിൽ സമ്പൂർണ്ണമായി അവർ അടപടലം പൂട്ടിപ്പോകും എന്നുള്ളത് കൊണ്ടാണ് ഇത് പറയുന്നത്. ഭരിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള രീതിയിൽ തന്നെ അവസാനത്തെ ആയുധം എടുത്തല്ലോ എന്ന് പറഞ്ഞാൽ ആശയം കൊണ്ട് തോപ്പിക്കാൻ പറ്റില്ല എങ്കിൽ നമ്മൾ വെച്ചിരിക്കുന്ന ഭരണപരമായിട്ടുള്ള വികസനങ്ങൾ കാണിച്ച് തോപ്പിക്കാന്ന് പറഞ്ഞാൽ അതും പറ്റില്ല എങ്കിൽ പിന്നെ കയ്യാങ്കളി മുണ്ടൂരി എടുക്കാം, ചുറ്റികേട്ട് തലക്കടിക്കാം എന്നുള്ള രീതിയിലാണ്. എങ്ങനെയാകും ഇനിയിപ്പോ വരുന്ന ദിവസങ്ങളിൽ ഈ സുഗതന്റെ കേസൊക്കെ ഏത് രീതിയിൽ പോകും? സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാൻ പറ്റുമോ? ഈ CPM-ന്റെ ഭരണം വീണ്ടും തിരിച്ചു വരുമോ? CPM ആഗ്രഹിക്കുന്നത് പോലെ ഈ BJP-യിലെ കോർപ്പറേഷൻ ഭരണം താഴോട്ട് പോകുമോ? എന്താണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ? ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതെന്താ ഇത്ര വൈകിയതെന്ന് മാത്രമേ ഉള്ളൂ എനിക്കൊരു സംശയം. കാരണം ഇതിൽ വി രാജേഷ് കയറിയപ്പോൾ മുതൽ തന്നെ വലിയൊരു കയ്യടി കിട്ടുന്നുണ്ട്. വെറുതെ കയ്യടി കിട്ടുന്നതല്ലത്. ഈ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ധനുഷ് പറഞ്ഞിട്ട് ഈ പാളയ മാർക്കറ്റിലൊക്കെ മീൻ വിൽക്കുന്ന സ്ത്രീകളോടും മറ്റുമൊക്കെ പെർ ഡേ 500 രൂപ വെച്ച് പിടിച്ചു വെച്ച് വാങ്ങുക. ഗുണ്ടാപ്പെരു, അഫ്താപ്പെരു. ഇത് നമ്മൾ ബംഗാളിൽ കണ്ടിട്ടുണ്ട്, മുമ്പ് ബീഹാറിൽ കണ്ടിട്ടുണ്ട്, അവിടെയൊക്കെ കണ്ടിട്ടുള്ളൂ. ഇത് കേരളം തലസ്ഥാന നഗരയിലാണ് ഈ പണി മുഴുവൻ ഒപ്പിക്കുന്നത്. ഗുണ്ടാപ്പിരിവ് നടത്തുക, സഖാക്കൾ അങ്ങനെ അർമാദിക്കുക, പാർട്ടി ഓഫീസ് കെട്ടുക, പൊതുവഴി അടച്ചു കെട്ടിക്കൊണ്ട് മാർക്കറ്റിനകത്തെ പൊതുവഴി അടച്ചു കെട്ടിക്കൊണ്ട് പാർട്ടി ഓഫീസ് നടത്തുക, ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടികളായിരുന്നു. അതായത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ലോകത്തെമ്പാടും ചെയ്യുന്നൊരു പരിപാടിയായത്. അവർ പുറമേ പറയും ഞങ്ങൾ തൊഴിലാളി വർഗ പാർട്ടിയാണ്, മതേതര പാർട്ടിയാണ്, ഞങ്ങൾ എല്ലാത്തിനും വേണ്ടി നിൽക്കുന്നു, ഞങ്ങളില്ലെങ്കിൽ നിങ്ങൾ ചോറുണ്ണുമോ, പൊതിച്ചോറൊക്കെ കൊടുക്കുന്നുണ്ട്, ഇടതല്ലെങ്കിൽ മറ്റാരെ എന്നൊക്കെ ഇവർ ചോദിക്കും. ഇവരെന്ന് പറഞ്ഞാൽ ലോകത്തെ വെറും തറ ഫ്രോഡുകൾ തന്നെ പല രീതിയിലുണ്ട്. മാന്യന്മാരായ ഫ്രോഡുകളുണ്ട്. അതെ, അതാ പറഞ്ഞത്, ഒരു ലോ ക്ലാസ് ഫ്രോഡുകൾ. ഈ BJP എന്തുകൊണ്ടാണ് ഈ രാജ്യത്ത് 10-22 സംസ്ഥാനം ഇങ്ങനെ ജയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അവര്? എന്താ കാര്യം എന്ന് വെച്ചാൽ അവർ ഈ തറപ്പണിക്ക് പോകത്തില്ല. അവര് രാഷ്ട്രീയപരമായ തറപ്പണികൾ കാണിക്കും, ആളെ ചാടിക്കും, ചാക്കി കയറ്റും, ചിലപ്പോൾ നിപ്പിൽ ഒരു പാർട്ടി തന്നെ ഇല്ലാതാക്കി കളയും, തകർത്ത് കളയും അവന്മാർ. അങ്ങനെയുള്ള എല്ലാ കലാപരിപാടികളും അവർ കാണിക്കും രാഷ്ട്രീയ പാർട്ടി എന്ന്. പക്ഷെ ഈ കൈയിട്ട് വാരലും ഈ പിടിച്ചു പറയും അവർക്കില്ല. അതാണ് അവരുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി. അത് അവരെവിടെ നിന്നാലും അത് ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇവിടെ കാരണം അവർക്ക് ഒരു സിസ്റ്റം ഉണ്ട്. കാരണം അവർ എന്താണ് അത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുത്തൻ വൃത്തിയോട് കാണിച്ചു കഴിഞ്ഞാൽ ഇത് എങ്ങനെയെങ്കിലും പാർട്ടി അറിയും. ഈ പാർട്ടിയെ നിയന്ത്രിക്കുന്ന RSS ഇത് അറിയും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. അവരാദ്യം തന്നെ താക്കീത് കൊടുക്കും. കാരണം എന്താണ്, നമ്മളൊരു ചെടിയാണെങ്കിൽ ആ ചെടിയിലെ ഒരു ഇലയിൽ ഒരു പുഴുക്കുത്തുന്നു എന്താ നമ്മൾ ചെയ്യുന്നത്? ആ ഇല അങ്ങ് അടർത്തി മാറ്റി കഴിഞ്ഞാൽ പ്രശ്നമില്ല. ഇല്ലെങ്കിൽ എന്തു പറ്റും? ഈ പുഴുക്കുത്ത് മറ്റിലകളിലേക്ക് പടരുകയും ചെടി പൂർണ്ണമായി തകരുകയും ചെയ്യും. അത് പാടില്ല. നമ്മൾ ഒരു ഇലയിൽ അത് പുഴു പറ്റിയെങ്കിൽ ഒന്നുകിൽ മരുന്നടിച്ച് ശരിയാക്കാൻ പറ്റണം, മരുന്നടിച്ച് ശരിയാക്കുക, ഇല്ലെങ്കിൽ ആ ഇല അങ്ങ് മാറ്റിയാൽ മതി, ബാക്കിയുള്ള ചെടി രക്ഷപ്പെടും. ഇതേ തന്ത്രമാണ് അവരുടേത്. ഇവരുടേത് അങ്ങനല്ല. മാക്സിമം ആ ചെടി നിൽക്കുന്ന മണ്ണും കൂടെ പുഴുത്ത് നാറിയാലും നശിച്ചാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് ഒരു അപ്രമാദിത്യം. പക്ഷെ ഇവിടെ 10 വർഷം മുമ്പ് CPM അധികാരത്തിലേറുന്ന സമയത്ത് കേരളത്തിൽ അവർക്ക് ഉണ്ടായിരുന്ന പൊളിറ്റിക്കൽ സ്ട്രാറ്റജി കേരളത്തിലെ പാടെ മാറി തീർന്നു. ആ ഒരു കാലഘട്ടം തീർന്നു. ഇനി വേണമെങ്കിൽ ആ കാലഘട്ടം കാണണമെങ്കിൽ ആരെങ്കിലും സിനിമ എടുത്താൽ കാണാം. 2010 2020 ഒക്കെ പറഞ്ഞ സിനിമ എടുത്താൽ ആ ഒരു കോലവും. പക്ഷെ ധനുഷൊക്കെ ഭയങ്കര ഭാഗ്യവാന്മാരാണ്. കാരണം 2 കാലഘട്ടത്തിൽ കൂടെ സഞ്ചരിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഈ പുതിയ കാലഘട്ടവും ആ ഒരു പഴയ കാലഘട്ടവും ഒക്കെ, ശിവൻകുട്ടിയുടെ താണ്ഡവവും ഒക്കെ ഇനി നമുക്ക് സിനിമകളിലൊക്കെ മാത്രമേ കാണാൻ പറ്റൂ. അത് കഴിഞ്ഞു, അതിന്റെ ഒരു കാലഘട്ടം കഴിഞ്ഞു. എന്തുപറ്റുന്ന വെച്ചാൽ അത് ഈ പഴയകാല സിനിമകളൊക്കെ വരില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് സിനിമ വരാറുണ്ട്. തിരുവനന്തപുരം ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഒരുപാട് പഴയകാല സിനിമകൾ വരുന്നത്. സഖാവ് വരുന്നു എന്ന് മാത്രമല്ല, മെക്സിക്കൻ അപാരത, പിന്നെ അത് തിരുവനന്തപുരം ബേസ് ചെയ്തിട്ട് ഒരുപാട് ഫാമിലി ചിത്രം വരുന്നുണ്ട്. ഈ പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നത് അതെല്ലാം പഴയ കാലഘട്ടത്തിൽ നടന്നതാണത്. ഇനി അതൊക്കെ സിനിമയിലേ പറ്റൂ. കാരണം ഇനി ഈ പുതിയ കാലഘട്ടത്തിൽ ഇത് P രാജീവ് തിരിച്ചറിഞ്ഞിട്ട് അദ്ദേഹം മലപ്പുറത്ത് ഒരു മീറ്റിംഗിൽ പറഞ്ഞു, നമുക്ക് ഈ കാലഹരണപ്പെട്ട നമ്മുടെ സമരമുറകളെല്ലാം കാലഹരണപ്പെട്ടു, നമ്മൾ പുതിയ സമരത്തിലേക്ക് കണ്ടെത്തേണ്ടി വരും, പുതിയ സമരമാർഗം. കാരണം നമ്മുടെ ഈ CPM-ന്റെ അവരുടെ ഒരു പാർട്ടി സമ്മേളനത്തില് സഖാക്കളെ അവര് പറഞ്ഞതാണ്, നമ്മുടെ ഈ സമരമാർഗങ്ങളെല്ലാം കാലം കഴിഞ്ഞു, കാലഹരണപ്പെട്ടു. അദ്ദേഹം തിരിച്ചു താത്വികമായി തന്നെ അദ്ദേഹം ഫാക്ടറിയിൽ മൺകുടത്തിൽ വെള്ളം വെച്ചില്ലെങ്കിൽ പൂട്ടിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റും. അതെ. അപ്പൊ പുള്ളി ക്ലാസ് എടുക്കുന്നതാണ്. പുള്ളി പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തുള്ള സമരഗതികളൊക്കെ കാലഹരണപ്പെട്ടിരിക്കുന്നു, പുതിയ സമരമാർഗങ്ങൾ നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. താത്വികമായി അവലോകനം ചെയ്തതാണ്. ശരിയാണ് ആ പറഞ്ഞത്. കാരണം ഇനി ആ പഴയ സിസ്റ്റം നടക്കത്തില്ല. പണ്ട് ഇവർ ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്, ഇവർ അധികാരത്തിൽ പോകുന്നു, അടുത്ത ടീംസ് അധികാരത്തിൽ വരുന്നു, അപ്പോഴേക്ക് ഇവരങ്ങ് സമരം തുടങ്ങുക, സംഘർഷം നടക്കുക, കത്തിക്കുത്ത്, കല്ലേറ്, വണ്ടിക്ക് തീവെപ്പ്, അതുപോലെ തന്നെ എന്താണ് പറയുന്നത്, പിന്നെ ഇവരുടെ മറ്റൊരു ഇതാണെന്ന് നാറ്റിക്കുക എന്നുണ്ട് ആൾക്കാരെ, പെണ്ണുകസിപ്പെടുത്തുക,
പിന്നെ തെറി വിളിക്കുക. ഇപ്പൊ BD സതീശനും നുണേശനോ അങ്ങനെ കണ്ടാ പേരിട്ടിരിക്കുന്നവര്. കഴിഞ്ഞ ദിവസം ഇവര് കൊണ്ടുവന്ന സമരമുറ കണ്ടോ? എന്റെ ഭീഷട്ട അത് വളരെ കറക്റ്റ് കേട്ടോ. അതായത് ഇവരുടെ ഈ സമരമുറകൾ ഇവർ ഈ വന്ന് ഈ മറ്റേ തീർത്തുകളെയും വെട്ടിക്കളയും കുത്തിക്കളയും എന്ന് പറയുമ്പോഴും മറ്റേ റഹീം വന്നിട്ട് ഈ ചെങ്കൊടിയാണ് നമ്മുടെ തണൽ, ഈ ചെങ്കൊടി മാത്രം മതി എന്നൊക്കെ പറയുമ്പോഴും ഇൻസ്റ്റാഗ്രാമൊക്കെ എടുത്ത് നോക്കുമ്പോൾ എന്റെ പൊന്നോ പിള്ളേർ ആർത്തിച്ചിരിക്കുകയാണ്. ഇവരുടെ സമരമുറ പണ്ടത്തെ കാലത്തായിരുന്നെങ്കിൽ ഭീഷട്ട ഒന്ന് ആലോചിച്ചു. ഭീഷട്ട ഇത്രയും കാലമായിട്ട് മാധ്യമ പ്രവർത്തനം നടത്തുന്നതാണല്ലോ. പണ്ടത്തെ കാലത്ത് ഇവര് ഒരു കള്ളം പറയും. ആ കള്ളം പറയുമ്പോൾ ആ കള്ളം അടുത്ത ദിവസം ദേശാഭിമാനിയിൽ വന്നാൽ മാത്രമേ നമുക്ക് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. ദേശാഭിമാനി അതിനെ ട്വിസ്റ്റ് ചെയ്ത് എഴുതും. ബാക്കിയുള്ള പത്രങ്ങളുടെ ആക്സസേ ഉള്ളൂ. ഇന്നൊരു കള്ളം പറഞ്ഞാൽ അത് ലൈവായിട്ട് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ബിജേട്ടൻ കണ്ടു കാണും, SFIക്കാരന്മാര് ഇവന്മാർ ആ പഴയ ആ സമരമുറ എടുത്ത ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ അപ്പൊ എങ്ങനെയായിരിക്കും, ബ്ലേഡ് കൊണ്ടുവന്ന് പോലീസിന്റെ ദേഹം പുറഞ്ച കീറി കളഞ്ഞു ഇവന്മാർ. പോലീസ് എന്ത് ചെയ്തു, നേരെ വിഷ്വൽസ് എടുത്തിട്ട് ആ വിഷ്വൽസ് സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ട് എല്ലാവരെയും കാണിച്ചു കൊടുത്തു. ഇവന്മാർ പറയുന്നത് ഞങ്ങൾ ബ്ലേഡ് കൊണ്ടുവന്നില്ല, പോലീസാണ് ബ്ലേഡ് കൊണ്ടുവന്നത്. ഇവന്മാർ പറയുകയാണ്. പോലീസ് ആ വിഷ്വൽ എടുത്ത് കാണിച്ചിട്ട് 10 പേരെ അറസ്റ്റ് ചെയ്തു. എന്നിട്ട് ഉമ്മാര് സമ്മതിച്ചു തരുന്നില്ല. ഇവരുടെ സമരമുറയാണ്. ഈ ഡിജിറ്റൽ യുഗത്തിലെ ഉമ്മാര് ഇത് സമ്മതിക്കാതിരുന്നിട്ട് എന്താണ് കാര്യം? അത് വിഷ്വല് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബ്ലേഡ് കൊണ്ടുവരുന്നു, കീറുന്നു, മൊത്തം അലമ്പാക്കുന്നു. ഇതാണ് ഇവരുടെ സമരമുറ. അത് കാലഹരണപ്പെട്ടതാണെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. അതായത് ഈ പാർട്ടി ഇത്രയും നാളും നിലനിന്നിരുന്ന കള്ളങ്ങളിലൂടെയാണ്. അതായത് സഖാക്കന്മാരുടെ ഏറ്റവും വലിയ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരേപോലെ കള്ളം പറയും. ഞാനൊരു ഉദാഹരണം പറയാം. എന്റെ ചെറുപ്പകാലത്താണ്. അന്ന് നമ്മുടെ ശബരിമല ക്ഷേത്രത്തിന്റെ സന്നിധാനത്തിന് അടുത്ത് വെച്ചിട്ട് അയ്യപ്പ ഭക്തന്മാരെ പോലീസുകാർ തല്ലി. ഈ ചൂരൽവടിയാണ് അവിടെ കൊടുക്കുന്നത്. തല്ലി. ഇത് മനോരമ വാർത്തയാക്കി. അന്ന് ഈ ചാനലൊന്നുമില്ല. മനോരമ പറഞ്ഞു അയ്യപ്പ ഭക്തരെ തല്ലിയെന്ന്. അന്ന് വൈകിട്ട് തനിഷ് ഞങ്ങളൊക്കെ അന്ന് ചായ കുടിക്കാൻ ചായക്കടയിൽ പോകാറുണ്ട്. അവിടെയാണ് അതൊരു BBC ആണ് ചായക്കട കേന്ദ്രം എന്ന് പറഞ്ഞാൽ ഒരു ചാനൽ ഓഫീസ് പോലെയാണ്. എല്ലാ ടൈപ്പ് ആളുകളും വരും, രാഷ്ട്രീയം ചർച്ച ചെയ്യും. അവിടെ ഇരുന്ന് സഖാക്കൾ പറയുന്നത് പഴയതുപോലെയൊക്കെയാണോ ഇപ്പൊ ശബരിമലക്ക് ആൾക്കാർ പോകുന്നത്? കള്ളും കഞ്ചാവും ഒക്കെ അടിച്ചല്ലേ പോകുന്നത്. അവിടെ ചെന്ന് ഈ അക്രമം കാണിച്ചു പോലീസുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ആലപ്പുഴ പറഞ്ഞത് മാത്രമല്ല, തിരുവനന്തപുരത്തും ഇതേ സാധനം തന്നെയാണ്, കേരളം മുഴുവൻ ഇതേ കാര്യം തന്നെയാണ്. ഒറ്റ ദിവസം കൊണ്ട് പറയുക. അപ്പൊ നമുക്ക് തന്നെ തോന്നും ശരിയായിരിക്കും. അപ്പൊ നമ്മുടെ ഉദാഹരണം ചോദിക്കും. അപ്പുറത്തെ രവിയണ്ണൻ നിനക്കറിയാവില്ല എങ്ങനത്തെ മനുഷ്യനാ? പുള്ളി അടിക്കും, സ്മോൾ അടിക്കും, എല്ലാ ദിവസവും അടിക്കും. അങ്ങനെ ഒരു കുപ്പി സാധനമായിട്ടുണ്ടല്ലേ പോകുന്നത്. നമുക്കറിയാം ഇങ്ങനെയുള്ള ഈ സഞ്ചിക്കകത്ത് കുപ്പി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയത്തില്ല. ഇയാൾ ഡെയിലി മദ്യപിക്കുന്ന ആളാണ്. ഇങ്ങനെയുള്ള കൺവിൻസിംഗ് ആയ നുണകളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ മനോരമ അത് പൊളിച്ചൊടുക്കി. മനോരമ അതിന്റെ അടുത്ത ദിവസം തന്നെ 6 or 7 ചിത്രങ്ങൾ 1 by 1 ആയിട്ട് പോലീസുകാരടിക്കുന്നത്. അന്നൊക്കെ ഈ ഇത്രയും ക്ലാരിറ്റിയുള്ള ചിത്രമൊന്നും കിട്ടുന്നില്ല. എങ്കിൽ പോലും അവർ ഫ്രണ്ട് പേജിൽ അടിച്ചു 5 ചിത്രമോ 4 ചിത്രമോ 1 by 1 ആയിട്ട് ആ പോലീസുകാർ അയ്യപ്പ ഭക്തരെ അടിക്കുന്നു എന്നുള്ളത്. ഇതാണ് ഇവരുടെ കള്ളത്തരം. കള്ളങ്ങളിലൂടെ മാത്രം പ്രവർത്തകരെ പിടിച്ചു നിർത്തുകയും ആ ഒരു ഉളുപ്പമില്ലാതെ കള്ളത്തരം പറഞ്ഞുകൊണ്ടേയിരിക്കും. തകർന്നു വീഴുമ്പോഴും കള്ളത്തരം മാത്രമാണ് ഇവർ പറയുന്നത്. ഇത്തരത്തിലുള്ള രീതിയാണ് ഇവരുള്ളത്. അപ്പൊ ഞാൻ സത്യത്തിൽ CPM ഇപ്പോൾ ചെയ്യേണ്ടത് അവരുടെ തോൽവിയെ കുറിച്ച് പഠിക്കുകയും അതിനനുസരിച്ച് അവരുടെ സിസ്റ്റം മാറ്റുകയുമാണ് ചെയ്യേണ്ടത്. അതിന് പകരം ഇപ്പോഴും അവർ പഴയ സിസ്റ്റത്തിൽ നിന്നുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. അതാണ് ഈ നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനെ കണ്ടത്. എന്തിനു വേണ്ടിയിട്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇവർ ഈ സമരം ചെയ്തത്? ഒരു ജെനുവിൻ കാരണം വേണ്ടേ? നമ്മൾ സാധാരണ ഒരു സർക്കാരിനെതിരെ, ഒരു ഭരണകൂടത്തിനെതിരെ സമരം ചെയ്യുന്നതിനാണ് അവരുടെ കെടുകാര്യസ്ഥത അഴിമതിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കും അല്ലെ? അവരേതെങ്കിലും ഒരു പ്രൊജക്ട് അട്ടിമറിക്കുന്നു, ഇല്ലെങ്കിൽ അഴിമതി ഉണ്ട്, ഇല്ലെങ്കിൽ അതിനകത്തിരിക്കുന്ന ഒരു പ്രവർത്തകന്റെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ, അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ഇവർ ചെയ്തിരിക്കുന്നത് എന്തിനാണ്? സുഗതനെ പുറത്താക്കുക എന്നുള്ളതാണ്. സുഗതൻ എന്ന് പറഞ്ഞ കാപ്പാ കേസിലെ പ്രതി ആക്കുന്നത് തന്നെ സുഗതൻ ജയിലിൽ കിടക്കുമ്പോഴാണ് പുള്ളി കാപ്പാ കേസിലെ പ്രതിയാണെന്ന് പറഞ്ഞുള്ള പേപ്പർ കൊണ്ട് കൊടുക്കുന്നത്. അത് എവിടുത്തെ നിയമമാണ്? ഒന്നാമത്തെ നിയമം. രണ്ടാമത്തെ, ഒരു രാഷ്ട്രീയ പ്രവർത്തകർ ക്രിമിനൽ കേസുകൾ ഇല്ല എന്ന് പറഞ്ഞാൽ തന്നെ നാണക്കേടാ. അവൻ രാഷ്ട്രീയ പ്രവർത്തകൻ അല്ലെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതായത് വണ്ടി തടയുന്നത്, നമ്മൾ റോഡിൽ ബസ് വിക്കറ്റ് ചെയ്യുന്നത്, സർക്കാർ ഓഫീസുകൾ വിക്കറ്റ് ചെയ്യുന്നത് ക്രിമിനൽ കേസാണത്. ക്രിമിനൽ. നമ്മൾ സ്വാഭാവികമായിട്ട് എന്താ പറയുന്നത്? അയാളുടെ പേരിൽ 100 ക്രിമിനൽ കേസ് ഉണ്ടെന്ന് പറയും. നമ്മുടെ ശ്രീ കെ സുരേന്ദ്രന്റെ പേരിൽ 263 ക്രിമിനൽ കേസുണ്ട്. ശബരിമല പ്രക്ഷോഭം മാത്രം ഉണ്ടായതാണ്. അപ്പം ബസ് തടയുന്നത് അതിനകത്ത് വരും. ഇനി ഏതെങ്കിലും പഞ്ചായത്ത് ഓഫീസിൽ വിക്കറ്റ് ചെയ്ത ക്രിമിനൽ കേസ് വരും. അങ്ങനെ ക്രിമിനൽ കേസ് എന്നാണ് അതിന് പൊതുവെ പറയുന്നത്. ക്രിമിനൽ കേസ് എന്ന് കേൾക്കുമ്പോൾ ഈ പീഡനം എന്ന് കേൾക്കുന്നതൊക്കെ, പീഡനം എന്ന് കേൾക്കുമ്പോൾ പലതരം പീഡനം ഉണ്ടല്ലോ. മാനസിക പീഡനമുണ്ട്, ശാരീരിക പീഡനമുണ്ട്, സാമ്പത്തിക പീഡനമുണ്ട്. പക്ഷെ പീഡനം എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും പൊതു ധാരണ വെച്ചാൽ സ്ത്രീകളെ എന്തോ ഇവൻ ഇത് ചെയ്തിട്ടുണ്ട് എന്നൊരു ധാരണ. എന്ന് പറയുന്നതൊക്കെയാണ് ക്രിമിനൽ കേസിലെ പ്രതി എന്ന് അങ്ങോട്ട് പറഞ്ഞു കഴിയുമ്പോൾ ഇവനെന്തോ ഇല്ലാണ്ടായ പോലാണ്. പക്ഷെ അല്ല, ഇതൊക്കെ ചെയ്യുന്നതും ക്രിമിനൽ കേസാണ്. നമ്മളെ നാളെ പോലീസ് പിടിച്ചു, നമ്മൾ ഹെൽമെറ്റ് ഇല്ലാതെ പോയാൽ ക്രിമിനൽ കേസാണ്. പൈസ അടച്ചില്ലെങ്കിൽ ആ ക്രിമിനൽ കേസിലെ പ്രതി തന്നെയാണത്. പൈസ അടച്ചതിൽ നിന്ന് പോയി കഴിഞ്ഞാൽ വേണമെങ്കിൽ ജനത്തിന് പറയാം പൈസ പിഴ അടച്ചു രക്ഷപ്പെട്ടു എന്ന് പറയാം.
ജാമ്യം എടുത്ത് പുറത്തിറങ്ങുന്ന പോലത്തെ ഒരു കാര്യം തന്നെ. ഇതിനെയാണ് ഈ പറയുന്ന ഇതിന്റെ കാര്യം. ഇവിടെ സംഭവിച്ചത് ധനുഷ് പറയുന്നതൊക്കെ തന്നെയാണ്. ഇവരുടെ കള്ളത്തരങ്ങൾ ഓരോന്നായിട്ട് ഈ രാജേഷ് പൊളിച്ചെടുക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ തരമില്ലാതെ വന്നു. കാരണം ഇത് ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഇതിലാണ് ഇവർ കൊണ്ടുവരുന്നത്. ഇനി അവിശ്വാസത്തിലേക്ക് വരാം. നമുക്ക് വലിച്ചു നീട്ടേണ്ട കാര്യം ഇതെല്ലാം ജനത്തിന് അറിയാവുന്നു. ഇനി അവിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഒരു തരത്തിലും പാസ്സാകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഇനി ഇത് ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, BJPക്ക് 50+1 സ്വതന്ത്രൻ 51 പേരുണ്ട്. മറ്റേത് കോൺഗ്രസിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു സ്വതന്ത്രൻ ഉൾപ്പെടെ 20 പേരുണ്ട്. UDFന്, LDFനെ സംബന്ധിച്ച് 29 പേരുണ്ട്. LDFും UDFും ഒന്നിച്ച് നിന്നാൽ പോലും നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഇതാകില്ല, ജയിക്കില്ല. ഇനി സുഗതൻ ഉണ്ടെങ്കിലും ഇല്ലേലും ജയിക്കില്ല. 50-49 നിൽക്കും. ആ ഒരു 50-50 ആയിട്ട് നിൽക്കും. രണ്ട് കൂട്ടർക്ക് 50-50 ആയിട്ട്. ടോസ് ഇട്ടുള്ള അവിശ്വാസ പ്രമേയം പാസ്സാക്കുന്ന രീതി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഇനി രണ്ടാമത്തെ കാര്യം, സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇല്ലാതാകുന്നത്. പക്ഷെ കോടതിക്ക് അങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റുമെന്നൊരു സംശയമുണ്ട്. കാരണം അയാൾ ഒരു ജനപ്രതിനിധിയാണ്, ജനം തെരഞ്ഞെടുത്ത പ്രതിനിധിയാണ്. അയാളെ സത്യപ്രതിജ്ഞ ചെയ്യാതെ കോടതി തടഞ്ഞാൽ നാളെ ഈ കേസിൽ ഇയാൾ നിരപരാധിയാണെന്ന് കണ്ടാൽ ഈ കോടതി ഇയാളെ കൊണ്ട് ആ വാർഡ് നിർത്തി ജയിപ്പിച്ചു കൊടുക്കില്ല. ആ ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന തുല്യമല്ല ചെയ്യുന്നത്. അത്രയും ജനങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ച ഒരു കൗൺസിലർ, ആ കൗൺസിലർ ഒരു കേസിൽ അകത്ത് പോകുന്നു. അയാൾക്ക് അയാളിപ്പോ പ്രതിയായാൽ, അതായത് കുറ്റക്കാരനാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്ന കോടതിയാ, വിചാരണ പോലും തുടങ്ങിയിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് സത്യപ്രതിജ്ഞ കോടതി തടയുകയാണ് എങ്കിൽ, ഇപ്പൊ അവർ കോടതി പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവാദം കൊടുക്കണമെന്ന് പറഞ്ഞു. സത്യപ്രതിജ്ഞ ചെയ്യാൻ കോടതി അനുവദിച്ചില്ല എങ്കിൽ നാളെ ഈ കേസിൽ ഇയാൾ നിരപരാധിയാണെന്നറിഞ്ഞാൽ ഈ കോടതി ഇയാൾക്ക് നഷ്ടപ്പെട്ട ഈ കൗൺസിലർ സ്ഥാനം തിരികെ കൊടുക്കാൻ കഴിയില്ല. അങ്ങനെ കോടതി ശ്രമിക്കത്തുമില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അനുവാദം കോടതി കൊടുക്കും എന്നാണ് തോന്നുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ തിരുവനന്തപുരം നഗരസഭ പിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ അതിനെ തകടം മറിക്കുന്നതിന് വേണ്ടി കോൺഗ്രസും CPM ചേർന്ന് അവിശ്വാസം കൊണ്ടുവരുന്നു എന്ന് വെക്കുക. അത് വിജയിക്കുന്നു എന്ന് വെക്കുക. അത് വിജയിച്ചു കഴിഞ്ഞാൽ ആര് ഭരിക്കും? കോൺഗ്രസും CPM കൂടെ ഭരിക്കുവോ? ഓക്കെ, അവര് ഭരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണി ഭരിക്കുന്നു എന്ന് വെക്കുക. ഇന്ത്യ മുന്നണി തലസ്ഥാന നഗരി ഭരിച്ചാൽ ആ തലസ്ഥാനത്ത് തന്നെ ഇരിക്കുന്ന സെക്രട്ടേറിയറ്റിനകത്ത് പിണറായിയും BD സതീശനും കൂടെ എങ്ങനെ കാണേണ്ടി വരും? എങ്ങനെ സംസാരിക്കേണ്ടി വരും? എങ്ങനെ ഇരിക്കേണ്ടി വരും? എങ്ങനെ നടക്കേണ്ടി വരും? അതൊരു ചോദ്യമല്ലേ? എന്നാ പിന്നെ അവിടെയും ഒന്നിച്ചങ്ങ് ഇരുന്നാൽ പോരെ. 3 BJPക്കാരെ പ്രതിപക്ഷത്തിരുത്തുക. 3 ഉണ്ടല്ലോ അവരെ പ്രതിപക്ഷത്തിരുത്തുക. ഇവരെല്ലാം കൂടെ ഒരു ബ്ലോക്കായിട്ട് ഇരുത്തുക, ഭരണപക്ഷത്തെ എല്ലാം കൂടെ. കാരണം ഇവിടെ അതാണ്. കാരണം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് നിൽക്കുന്നത് ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലാണ്. അവരുടെ മൂക്കിന് താഴെയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ സെക്രട്ടറി തമ്മിൽ വലിയ ദൂരവ്യത്യാസം പോലും ഇല്ല. അങ്ങനെയുള്ളിടത്ത് ഇന്ത്യ മുന്നണി ഭരിക്കുമ്പോൾ പിന്നെ ഈ നിയമസഭയ്ക്കകത്ത് കാണിക്കുന്ന പ്രഹസനമല്ലേ? ആരെ കാണിക്കാനാണ് ഈ പൊട്ടംകളി? എന്നാ പിന്നെ ഇവിടെ അങ്ങ് ഒന്നിച്ചു നിന്നൂടെ? അവിടെ കൈയിടാമെങ്കിൽ തുളത്ത് കൈയിടാമെങ്കിൽ ഇവിടെയും തുളത്ത് കൈയിടാം. പക്ഷെ അതുകൊണ്ട് തന്നെ ആ രാഷ്ട്രീയ ആത്മഹത്യക്ക് CPM പോകുമെന്ന് തോന്നുന്നില്ല. കോൺഗ്രസ് ഇപ്പോൾ വെച്ചിരിക്കുന്ന ഒരു കെണിയാണ്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ പിക്ചറിലില്ലാത്ത, തിരുവനന്തപുരം കോർപ്പറേഷനിലെ പിക്ചറിലില്ലാത്ത കഥാപാത്രമാണ് കോൺഗ്രസ്. അപ്പൊ അവര് വെച്ച് കൊടുത്തിരിക്കുന്ന ഒരു കെണിയാണ്. ഈ കെണി CPM കൊത്താൻ യാതൊരു സാധ്യതയുമില്ല. ഇനി കൊത്തിയാൽ അവര് വെച്ച ട്രാപ്പിലേക്ക് ഇവർ വീഴുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഇനി ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഞാൻ അവിടുത്തെ ഒരു പൾസ് ഞാനിപ്പോ ധനുഷ് അടക്കം പറയുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇനി തിരുവനന്തപുരം കോർപ്പറേഷനിൽ തെരഞ്ഞെടുപ്പ് നടന്നാലും ഈ CPM തിരിച്ചു വരില്ല, കോൺഗ്രസും തിരിച്ചു വരില്ല അവിടെ. കാരണം അത്രത്തോളം BJPക്ക് ഒരു വലിയ സ്വീകാര്യത ഇപ്പൊ നിലവിൽ തിരുവനന്തപുരം കോർപ്പറേഷനുണ്ട്. ഇപ്പൊ അവർക്ക് 50 സീറ്റാണ് കിട്ടിയെങ്കിൽ കുറഞ്ഞത് അടുത്ത ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടക്കാമെങ്കിൽ 55 സീറ്റ് ഉറപ്പായിട്ട് കിട്ടും അവർക്ക്. അതാണ് അവിടുത്തെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. കാരണം ജനത്തിന് പല കാര്യങ്ങളും മനസ്സിലായി. വീട് വെച്ചു കൊടുക്കാന്ന് പറഞ്ഞ ആദ്യം വന്ന് പ്രഹസനമാണെന്ന്. ഇനി ഇവരുടെ അഴിമതികൾ വളരെ വിചിത്രമായ അഴിമതിയാണ്. ഞാൻ ആ തിരുവനന്തപുരം മേയറെ ഒന്നും കുറ്റപ്പെടുത്തുന്നില്ല. കാരണം അവരുടെ നേതാവ് പണ്ട് ആശുപത്രി കിടന്നപ്പോൾ പഴംപൊരിക്ക് 260 രൂപ എഴുതി മേടിച്ചതാണ്. അവരുടെ ഭർത്താവ് ആശുപത്രി കിടന്ന് കുളിക്കാൻ പോകുന്ന തോർത്തിന് 540 രൂപ GST തോർത്തിന് മേടിച്ചവരാണ് ഇവരാള്. കണ്ണാടി 28,000 രൂപയുടെ കണ്ണാടി വെച്ചവരാണ് അവരുടെ നേതാവ്. ആ നേതാവിന്റെ അനുയായികളാണ് ഇവരെല്ലാം. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവരുടെ ഒരു വളരെ രസകരമായിട്ട് എനിക്ക് തോന്നി, മറ്റേ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് പൊറോട്ടയും ചിക്കൻ കറിയും മേടിച്ച ഒരു ബില്ലുണ്ടായിരുന്നല്ലോ, ആര്യരാജന്റെ 25,000 രൂപ ബില്ല് ചിക്കൻ മേടിച്ച്. ഈ അമ്പലവും ചിക്കനും തമ്മിൽ എന്ത് ബന്ധമാണെന്ന് നമുക്കറിയില്ല. ഏതായാലും ഇങ്ങനെയൊക്കെയുള്ള വിചിത്രമായ കുറെ കാര്യങ്ങളുണ്ട്. BB രാജേഷിന് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെ കുറിച്ച് ഒന്നും തന്നെ പറയാനില്ല. മികച്ചൊരു മേയർ തന്നെയാണ്. എനിക്ക് മനസ്സിലാകാത്ത ഒരു ചോദ്യം കൂടി ചോദിച്ചാൽ നമുക്ക് ഇത് അവസാനിപ്പിക്കാം. ഒരു കോർപ്പറേഷൻ മാത്രമേ കേരളത്തിലുള്ളൂ? എന്റെ അറിവിൽ 6 ഉണ്ട്. വേറെ ഏതെങ്കിലും ഒരു കോർപ്പറേഷനെ കുറിച്ച് എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? അവിടുത്തെ മേയർ ആരാണെന്നുള്ളതൊന്ന് ചോദിച്ചു നോക്ക്. അവിടുത്തെ മേയറുടെ പേര് എത്ര പേരുണ്ട്? ഒരു MP, 3 MLA മാർ. ഇപ്പൊ നിലവിൽ ഇത്രയും മാധ്യമങ്ങളുടെ കണ്ണിലുള്ളൂ.
അതാണ് ഞാൻ ചോദിച്ചത്. ഈ കേരളത്തിലുള്ള 5 കോർപ്പറേഷനിലെ മേയർ ആരാന്ന് വെച്ചാൽ പലർക്കും അറിയില്ല. കാരണം എന്താന്ന് വെച്ചാൽ അവിടെ ഒരു പണിയും നടക്കുന്നില്ല. അവിടെ ചടങ്ങുകളെല്ലാം നടക്കുന്നുണ്ടെന്നല്ലാതെ അവിടെ അപ്പൊ ഇവിടെ എന്തെങ്കിലും കാര്യം നടക്കുന്നുണ്ടായിരിക്കുമല്ലോ ബി വി രാജേഷിനെ ടാർഗറ്റ് ചെയ്യുന്നത്. ബി വി രാജേഷിന്റെ പേര് എപ്പോഴും ഉയർന്നു നിൽക്കുന്നത്. കൊച്ചി കോർപ്പറേഷൻ വലിയ കോർപ്പറേഷനല്ലേ, അവിടുത്തെ മേയറുടെ പേരെന്താണ്? അവിടുത്തെ മേയർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? കണ്ണൂർ കോർപ്പറേഷന്റെ കിട്ടിയിട്ടില്ല, തൃശ്ശൂർ കോർപ്പറേഷന്റെ ഇല്ല, ഇങ്ങനെ കിടക്കുക. അതാണ് അതിനകത്തെ കഥ. അതതിന്റെ അർത്ഥം തന്നെ അങ്ങേര് എന്തൊക്കെയോ ചെയ്യുന്നത് നല്ല കാര്യങ്ങൾ, അങ്ങേര് ചെയ്യുന്ന ചില കേന്ദ്രങ്ങളെ പേടിപ്പിക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ അങ്ങേര് ചെയ്യുന്നതിന് വലിയ സ്വീകാര്യത ജനങ്ങൾ ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇല്ലെങ്കിൽ മറ്റുള്ളവരെ അറിയപ്പെടേണ്ടതല്ലേ? അറിയപ്പെടുന്നില്ലല്ലോ. ആരെ അറിയപ്പെട്ടിരുന്നു? ഏത് രീതിയിലാണ് അറിയപ്പെട്ടിരുന്നത്? ഈ അഴിമതി കാണിക്കുന്നത്, മണ്ടത്തരം കാണിക്കുന്നതിന്റെ പേരിലാണ് അറിയപ്പെട്ടത്. ട്രോൾ രൂപത്തിലാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഇംഗ്ലണ്ടിൽ പോയി അവാർഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, ചുമ്മാ ഇരിക്കും. ആ സ്ഥലത്തന്നെയാണ് പിണറായി പോയത്. എവിടെയൊക്കെ പോയി അവാർഡൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതല്ലാതെ ഒന്നുമില്ല. അപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും, കേരളത്തിലുടനീളം എല്ലാ ജനങ്ങൾക്കും ആ കോർപ്പറേഷനെ കുറിച്ച് അറിവുണ്ടാകണമെങ്കിൽ അവിടെ ഒരു നല്ല ഭരണാധികാരിയോ ഒരു മേയറോ ഉണ്ടാകണമല്ലോ. രാജേഷിനെ കുറിച്ച് ആരെങ്കിലും അഴിമതി പറയുന്നുണ്ടോ? രാജേഷിനെ കുറിച്ച് ആരെങ്കിലും പെണ്ണുകേസ് പറയുന്നുണ്ടോ? അതല്ലാതെ എന്താണ് രാജേഷിനെ കുറിച്ച് പറയുന്നത്? രാജേഷിനെ കുറിച്ച് ആകെ ഒന്നും പറയാനില്ല. മേയർ രാജിവെക്കണം, ഇത്രയേ ഉള്ളൂ. ശിവൻകുട്ടി പറയുന്നത് രാജേഷ് ഗുണ്ടയാണ്, വീട്ടിൽ ആയുധങ്ങളുണ്ട്, റേഡിയാണെന്ന്. ഈ രാജേഷിനെ എനിക്ക് 10 രൂപ അറിയാവുന്നതാണ്, പാമ്പിടിച്ച്. അപ്പം ഈ ഒരു ഇതിലേക്കാണ് ഇവരുടെ ഒരു രീതി പോകുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ല, നാക്ക് വളച്ച കള്ളത്തരം മാത്രം. ഇന്ന് സാഗുബു ജേക്കബിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യാൻ വായിച്ചു. അദ്ദേഹം പറയാണ് ഈ സഖാക്കന്മാരുടെ ഈ അവർക്കെതിരാകുന്നവരെ അവരെങ്ങനെയാണ് നശിപ്പിക്കുന്നതെന്ന് തെളിവ്. പുള്ളി പറയാണ്, എന്നെ കുറച്ചുനാൾ മുമ്പ് വരെ ജെട്ടി സാബു എന്നാണ് ഇവർ വിളിച്ചോണ്ടിരുന്നത്. ജെട്ടി സാബു, അതായത് ഇവർക്കെതിരായി കഴിഞ്ഞ ഉടനെ ഒരു പേരിടും, ഇരട്ട പേരിടും, എന്നിട്ട് ഇതങ്ങ് തേജോധം ചെയ്യും. പിന്നെ അങ്ങനെ പുതുവത്തി അതാ ഞാൻ പറഞ്ഞത്, വി ഡി സതീശൻ ഇപ്പൊ നുണേശൻ അങ്ങനെ കണ്ടാ വിളിക്കുന്നത്. ഇപ്പൊ ഇവരിട്ടിരിക്കുന്ന പേരാണ് നുണേശൻ, ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഈ അവഹേളിക്കുക, അപമാനിക്കുക, ഈ ഒരു സിസ്റ്റം തീർന്നു. ഇനിയെങ്കിലും CPM മര്യാദയ്ക്ക് ജനങ്ങളുടെ ഇടയിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ അതിന്റെ ഗുണം കിട്ടും. എനിക്ക് തിരുവനന്തപുരത്തെ കൗൺസിലർമാരോട്, CPMന്റെ ആയാലും കോൺഗ്രസ്സുകാരോടും പറയാനുള്ളത്, നിങ്ങൾ ആ എല്ലാവരും കൂടെ ഒന്നിച്ച് നിന്നുകൊണ്ട് ആ ജനങ്ങൾക്ക് വേണ്ട എന്തെങ്കിലും കാര്യം, ഇപ്പൊ മഴക്കാലമൊക്കെ വരുന്ന എന്തെങ്കിലും കാര്യം ചെയ്താൽ അടുത്ത തവണ നിങ്ങൾക്ക് ആ സീറ്റ് കിട്ടും, അല്ലെങ്കിൽ അതും കൂടെ പോയി കിട്ടും. ഇപ്പോഴത്തെ നില തിരഞ്ഞെടുപ്പ് തിരുവനന്തപുരത്ത് നടന്നാൽ ഉറപ്പായും BV രാജേഷ് ജയിക്കും എന്നുള്ളത് യാതൊരു ഡൗട്ടും ഇല്ല.